നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. നിർമ്മിത ബുദ്ധി അഥവാ AI ഏജന്റുകൾക്ക് ആഗോളതലത്തിൽ പ്രചാരമേറുകയാണ്. ഓപ്പൺ ക്ലോ പോലുള്ള നിർമ്മിത ബുദ്ധി ഏജന്റുകൾ അടുത്ത കാലത്തായി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വിവിധ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ജോലികൾ ഓട്ടോമേറ്റഡായി അതിവേഗം ചെയ്യുന്നതിനും കോഡ് എഴുതുന്നതിനുമെല്ലാം നിർമ്മിത ബുദ്ധി ഏജന്റുകൾ ഉപയോഗിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സാധാരണ ജനങ്ങൾക്ക്, അതായത് തങ്ങളുടെ ഉപഭോക്താക്കൾക്കെല്ലാം ദൈനംദിന ആവശ്യങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഏജന്റുകൾ ഉപയോഗിക്കാനാവണം എന്ന പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്. 300 കോടിയിലധികം വരുന്ന ഉപയോക്താക്കൾക്കായി ദൈനംദിന ജോലികൾ ചെയ്യാൻ കഴിയുന്ന പുതിയ വ്യക്തിഗത നിർമ്മിത ബുദ്ധി ഏജന്റുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. നിർമ്മിത ബുദ്ധി മേഖലയിൽ മെറ്റ ശതകോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. നിർമ്മിത ബുദ്ധി ഏജന്റുകൾക്ക് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ മോൾട്ട്ബുക്ക് പുറത്തിറക്കിയതോടെ ഓപ്പൺ ക്ലോ ഏറെ ജനപ്രിയമായിരുന്നു. അടുത്തിടെ മെറ്റ മോൾട്ട്ബുക്കിനെ ഏറ്റെടുത്തിരുന്നു. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബ്സിന് കീഴിലാണ് ഇപ്പോൾ മോൾട്ട്ബുക്ക് പ്രവർത്തിക്കുന്നത്. ഉപഭോക്താവിന് അനുസൃതമായി വിവിധ നിർമ്മിത ബുദ്ധി മോഡലുകൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഓപ്പൺ ക്ലോയിൽ നിന്ന് വ്യത്യസ്തമായി സൂപ്പർ ഇന്റലിജൻസ് ലാബ് ആദ്യമായി വികസിപ്പിച്ച മ്യൂസ് സ്പാർക്ക് നിർമ്മിത ബുദ്ധി മോഡൽ അടിസ്ഥാനമാക്കിയാവും ഈ നിർമ്മിത ബുദ്ധി ഏജന്റുകളുടെ പ്രവർത്തനമെന്നാണ് കരുതപ്പെടുന്നത്. മെറ്റയുടെ നിർമ്മിത ബുദ്ധി ഏജന്റുകളുടെ പരീക്ഷണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ജീവനക്കാർക്കിടയിലാണ് ഇതിന്റെ പരീക്ഷണം നടക്കുന്നത്. ഈ ജീവനക്കാർക്ക് അവരുടെ ജോലികൾ ഈ നിർമ്മിത ബുദ്ധി ഏജന്റുകളെ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ നിർമ്മിത ബുദ്ധി ഏജന്റുകൾ ഓപ്പൺ ക്ലോയെ പോലെ ഉപകരണത്തിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്, അതോ ആന്ത്രോപിക് ക്ലോഡ് പോലെ ക്ലോഡ് അധിഷ്ഠിതമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല.